ഒരു കലാകാരൻ എന്നുള്ള തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ ചെയ്തൊരു വർക്ക് കാണുമ്പോഴാണ് നമുക്ക് സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും. രാജീവേട്ടൻ ഒരിക്കലും ഒരു സിനിമ ഒന്നും കാണാതെ നിർമ്മിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ഈ അടുത്ത് ഇറങ്ങിയ മലയാള സിനിമ ട്രailerകളിൽ ഏറ്റവും ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത ഒരു ട്രailerാണ്. ഒരു ജീവിതത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തരത്തിൽ ഒരു സിനിമ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. കിസ്മത്ത് എന്ന സിനിമ ഒരു ഒരു പ്രണയകഥയുടെ പ്രത്യേകത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് ഭയങ്കര സിമ്പിളാണ്. അതായത് ഒരു ദിവസം രാവിലെ പൊന്നാനി, പൂർണ്ണമായിട്ടും പൊന്നാനിയിൽ ചിത്രീകരിച്ച സിനിമയാണ്. അവിടെ ഒരു ദിവസം രാവിലെ ഒരു 28 വയസ്സുള്ള ഒരു SC/ST ഗ്രൂപ്പിൽപ്പെട്ട ഒരു പെൺകുട്ടിയും 23 വയസ്സുള്ള ഒരു മുസ്ലിം യുവാവും ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഉള്ള സഹായം പോലീസ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നത്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ SIയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ക്യാരക്ടറിൻ്റെ പേര് അജയ് C. മേനോൻ എന്നുള്ളതാണ്. അപ്പോൾ അജയ് C. മേനോനെ കുറിച്ച് അങ്ങനെ ഭയങ്കര നമുക്ക് ചുറ്റുപാടും കാണാവുന്ന തരത്തിലുള്ള ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് സിനിമയുടെ. ഒരിക്കലും ഭയങ്കര സിനിമാറ്റിക്കോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സിനിമയിൽ മാക്സിമം ഒരു ജീവിതത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തരത്തിൽ ഒരു സിനിമ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാനവാസ് ബാബുക്കുട്ടിയാണ്. ഷാനവാസ് നമ്മുടെ സുഹൃത്തായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ രാജീവ് രവിയാണ്. അപ്പോൾ രാജീവേട്ടനൊപ്പം നമ്മൾ ഇതിനു മുമ്പ് വേറെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിലടക്കം നമ്മൾ അഭിനയിച്ചു. അതുകൂടാതെ അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് ചെയ്യുന്ന സിനിമ മസാല റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നതും എന്നെ വിളിച്ച് ഇതേപോലെ ഒരു അവസരത്തിൻ്റെ കാര്യം പറയുന്നതും നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിജയകുമാർ എന്ന് പറയുന്നൊരു സുഹൃത്താണ്. അദ്ദേഹം നടനാണ്, എഴുത്തുകാരനാണ്. പിന്നെ കിസ്മത്ത് എന്ന് പറയുന്ന സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അപ്പോൾ നമുക്ക് വിജയനിലൊരു ട്രസ്റ്റുണ്ട്. അല്ലെങ്കിൽ ആ ഉറപ്പ് നമ്മൾ കൺഫേം ചെയ്ത് ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ലാൽജോ സാർ ഏറ്റെടുത്തപ്പോഴാണ്. കാര്യം ഈ 2 ലെജൻസ് ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതുകൂടാതെ ഷാനവാസ് ഓൾറെഡി ഷോർട്ട് ഫിലിം സെനാരിയോയിൽ പേരെടുത്തിട്ടുള്ള ഒരാളായിരുന്നു. വളരെ മികച്ച ഷോർട്ട് ഫിലിംസ് ചെയ്ത ആളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ ഒരു മികച്ച തിരക്കഥയാണ് ഇദ്ദേഹം നമുക്ക് തന്നത്. അതുകൂടാതെ പ്രത്യേകിച്ച് പ്രേമം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി ചെയ്ത സിനിമയാണ് കിസ്മത്ത്. അപ്പോൾ നമ്മളെപ്പോഴും ആസ് ആൻ ആക്ടർ നമ്മളൊരു സെർച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ, തിരക്കഥകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച തിരക്കഥയും ഏറ്റവും മികച്ച കഥാപാത്രവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കഥാപാത്രത്തിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. പിന്നെ ഈ രാജീവേട്ടൻ്റെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യപ്പോഴും സുഖമുള്ള കാര്യം, ഒരിക്കലും നമുക്കൊരു വർക്ക് ലോഡോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു 100% വിശ്വാസമുണ്ട്. ഇപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിനിമ കാണുകയുണ്ടായി. അപ്പോൾ നമുക്കത് ജീവിതത്തിൽ എപ്പോഴും നമ്മളോട് ഭയങ്കര അടുത്ത് നിൽക്കുന്നൊരു സിനിമയായിരിക്കും. അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് നമ്മൾ ജീവിതത്തിലുള്ള അച്ചീവ്മെൻറ്റ്സിലൊന്നായിട്ട് തന്നെ കരുതും. തീർച്ചയായിട്ടും. എന്താ നിൻ്റെ പേര്? നിൻ്റെയാ? നിനക്ക് എത്ര വയസ്സായി? 23. നിനക്കോ? 28. അജയ് C. മേനോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ചുറ്റുപാടൊക്കെ കാണുന്ന റിയലായിട്ടുള്ള ഒരു പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്നൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇദ്ദേഹം പരുക്കനാണ്. പലപ്പോഴും ഒരാളെ പരുക്കനാക്കുന്നത് നമ്മൾ ചെയ്യുന്ന തൊഴിലും അല്ലെങ്കിൽ ആ തൊഴിലിനെ നമ്മളെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. പക്ഷേ എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടി വന്നു. കാര്യം ഞാനൊരു 65 കിലോ ഒക്കെയാണ് നോർമലി എൻ്റെ ഒരു വെയിറ്റ്. അതൊന്ന് ബോഡി ഒന്ന് കുറച്ചും കൂടി ബിൽഡാക്കി അല്ലെങ്കിൽ ഒരു 70 കിലോ വെയിറ്റൊക്കെ എത്തിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത്. പക്ഷേ ഈ കഥാപാത്രത്തിനോട് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. കാര്യം നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ ഒരു മാനറിസവും അങ്ങനെ നമുക്ക് ഈ ക്യാരക്ടറിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇത് നമുക്കറിയുന്ന ഒരു കഥാപാത്രമാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പോലീസ് ഓഫീസേഴ്സിൽ ഒരാളായിരിക്കും ഇദ്ദേഹം.
എന്താണത്? വണ്ടി വഴി വെച്ചിട്ട് ആരുമില്ല നോക്കാൻ. അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാ അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാ खाना नहीं चाहिए मुझे, मेरा मोबाइल में चार्ज नहीं है. എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു ഇപ്പം നിങ്ങൾക്കൊരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. ട്രailer എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഇറങ്ങിയ മലയാള സിനിമ ട്രailerകളിൽ ഏറ്റവും ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത ഒരു ട്രailerആണ്. ഇപ്പോൾ നമ്മൾ അതിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ഞാൻ അത് മാറി നിന്ന് ഞാനൊരു പ്രേക്ഷകനായി നോക്കുമ്പോഴും ഈ ട്രailer കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട് ഈ സിനിമയെ കുറിച്ച്, അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. കാര്യം ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു പുതിയ ആക്ടറാണ് ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇമോഷണലി ആ ക്യാരക്ടറിനെ എന്താ അപ്രോച്ച് ചെയ്തതും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പെർഫോമൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കണക്ട് ചെയ്തു. അതുകൂടാതെ ഈ വളരെ മികച്ച ഒരു മ്യൂസിക്കലാണ് ശരിക്കും സിനിമയിൽ. എനിക്ക് 3 പാട്ടുകളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കിസ്സബാദി എന്ന് പറയുന്ന പാട്ട് മാത്രം കേട്ടിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം തന്നെ പല തവണകളിൽ നമ്മൾ ആ കിസ്സബാദി കേൾക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ഈ സിനിമയുടെ ടൈറ്റിൽ സോങ് ഒരു മാപ്പിളപ്പാട്ട് കേട്ടു. പിന്നെ നമ്മൾ ആ മാപ്പിളപ്പാട്ട് കണ്ടിന്യൂസ് കബീർ ഖാൻ എന്ന് പറഞ്ഞൊരു ഗായകൻ പാടിയ പാട്ടാണത്. പിന്നെ അത് കണ്ടിന്യൂസ്ലി കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ മികച്ച പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ട്രailerഉം ഈ സിനിമയുടെ പാട്ടുകളും എല്ലാം ഇത്ര ശ്രദ്ധിക്കപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ ഈ വെള്ളിയാഴ്ച തിയേറ്ററിൽ വരുമ്പോൾ ഒരുപാട് ആളുകളെ ഈ ട്രailer വഴിയും പാട്ട് വഴിയും നമുക്ക് തിയേറ്ററിലേക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ആസ് ആൻ ആക്ടർ നമുക്കൊരിക്കലും സേഫ് അല്ലെങ്കിൽ റിസ്ക് എടുക്കാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ തീർച്ചയായിട്ടും കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമ ഒരു വളരെ സ്ട്രോങ് പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. അല്ലെങ്കിൽ ഈ സിനിമയോടൊപ്പം നമ്മൾ നിൽക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പൊളിറ്റിക്സ് തന്നെയാണ്. അപ്പോൾ ആ സിനിമ റിലീസായിട്ട് എന്തെങ്കിലും വിവാദം ഉണ്ടാകുന്നു അങ്ങനത്തെ പേടിയൊന്നും നമുക്കില്ല. കാര്യം നമ്മളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ വിറ്റ്നസ് ചെയ്തിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ സിനിമ കണ്ടിട്ട് എന്താ പറയുക, ഒരുപക്ഷെ ഒരു പുതിയൊരു വിഷൻ ആളുകൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള തരത്തിൽ നമ്മൾ ഏതെങ്കിലും ആംഗിളിൽ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമ ചെയ്തുകൊണ്ട് പേടിയൊന്നുമില്ല, അല്ലെങ്കിൽ ഈ സിനിമ റിലീസായിട്ട് വലിയ വിവാദമാകുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സംവിധായകൻ തുറന്നു കാണിച്ചിരിക്കുന്നത്. അല്ലാതെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ സിനിമയിലൂടെ പറയുന്നില്ല. ഇവിടെ മതം മാറ്റി എനിക്ക് പ്രേമിക്കാൻ വരെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ല. ഈ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണോ? എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യക്കകത്തും പുറത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നൊരു സംസ്ഥാനമാണ് കേരളം. കിസ്മത്ത് നമ്മളൊരു പറ്റം സിനിമയെ സ്നേഹിക്കുന്നൊരു പറ്റം ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് സിനിമയെ സമീപിച്ചിരിക്കുന്നത്. ഞങ്ങളത് ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ ഒരുപാട് വലിയ സിനിമകൾ ഈ വെള്ളിയാഴ്ച റിലീസാകുന്നുണ്ട്. അന്യഭാഷാ ചിത്രങ്ങളുണ്ട്, വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ കുഞ്ഞു സിനിമയുമായി വരുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയിട്ട് ഈ സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് ഈ സിനിമ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഒരു കലാകാരൻ എന്നുള്ള തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ ചെയ്തൊരു വർക്ക് കാണുമ്പോഴാണ് നമുക്ക് സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും. അപ്പോൾ ഞങ്ങൾ ഒരു വിജയം ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഷട്ടർ, പ്രേമം, അല്ലെങ്കിൽ അതേപോലെ ഒരുപാട് സിനിമകൾ റിസീവ് ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങളപ്പോൾ. നിങ്ങൾ തന്നൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ കിസ്മത്ത് ഒരു വിജയം ഡിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ വിജയിപ്പിക്കണം. ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയിട്ട് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം. താങ്ക്സ്.
മിക്കവാറും ആക്ടേഴ്സ് ഒരു സീൻ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% ഓഫ് കോഴ്സ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ വലിയ ആക്ടേഴ്സ്, എസ്റ്റാബ്ലിഷ്ഡ് ആയ ആക്ടേഴ്സും ലാലേട്ടനും മമ്മൂക്കയും അവരെക്കുറിച്ചൊന്നുമല്ല, പക്ഷേ എന്നാലും ആക്ടേഴ്സിനൊരു ചെറിയ ഡൗട്ട് ഉണ്ടാവും മനസ്സിൽ, ഇത് ശരിയായില്ലേ എന്ന്. പിന്നെ മോണിറ്ററിൽ പോയി കാണും. സ്വന്തം നമ്മളെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കാനത് ഇത് 100% നന്നായിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മോണിറ്ററിൽ പ്ലേ ബാക്ക് നോക്കി കണ്ടതിന് ശേഷം ഞാൻ പറയും, സാർ ഒന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ചെയ്യാം. സാറാണ് പറയുന്നത് കുഴപ്പമില്ല, അത് നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ വിജയേട്ടനോട് ചോദിക്കും, ചേട്ടാ ഇത് ഓക്കെയാണോ?